അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റം 0.5% പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. 2022 പകുതിയോടെ, അതായത് ജൂൺ 2022 ആ ഘട്ടത്തോടുകൂടി പണപ്പെരുപ്പം 9.1% ഉയർന്നിരുന്നു. അതായത് കോവിഡാനന്തര കാലം പണപ്പെരുപ്പം 9.1% ഉയർന്നിരുന്നു. അപ്പോഴാണ് 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കായ 5.3% ഫെഡറൽ റിസർവ് സിസ്റ്റം നിരക്കുകൾ, അതായത് പലിശ നിരക്കുകൾ ഉയർത്തിയത്. 5.3% പലിശ നിരക്കുകൾ ഉയർത്തിയത്. അങ്ങനെ അന്ന് 9.1% പണപ്പെരുപ്പ നിരക്ക് പതുക്കെ താഴോട്ട് വന്ന്, അതായത് ഈ പലിശ നിരക്ക് 5.3 എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, 2 പതിറ്റാണ്ടിനിടെ ആദ്യമാണ് അത്രയും ഉയർന്ന പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ആ പലിശ നിരക്ക് അത്രയും ഉയർന്നതോടുകൂടി വായ്പകൾ ഏത് മേഖലയിലും വായ്പ എടുക്കൽ കുറഞ്ഞു. അതുപോലെ വായ്പ എടുക്കൽ കുറഞ്ഞു എന്ന് വെച്ചാൽ പണം ചെലവഴിക്കൽ കുറഞ്ഞു. അങ്ങനെ പണം ചെലവഴിക്കൽ കുറഞ്ഞതുകൊണ്ട് ക്രമേണ 2022 ജൂൺ ആ കാലഘട്ടത്തിൽ നിന്ന് ഈ 2024 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും പണപ്പെരുപ്പം അന്ന് ഉണ്ടായിരുന്ന 9.1% നിന്ന് 2.5% പണപ്പെരുപ്പം കുറഞ്ഞു. സാധാരണ അമേരിക്ക, അതായത് ഫെഡറൽ റിസർവ് സിസ്റ്റം ഒരു 2% പണപ്പെരുപ്പം പിടിച്ചു നിർത്തുക. അതാണ് ഫെഡറൽ റിസർവ്. എല്ലാ ഡെവലപ്ഡ് ഇക്കോണമീസും മിക്കവാറും ഈ ഡെവലപ്ഡ് ഇക്കോണമീസ് എന്ന് പറയുന്നത് തന്നെ വികസനത്തിൻ്റെ സാച്ചുറേഷനിലെത്തിയ രാജ്യങ്ങളാണ്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലൊക്കെ പണപ്പെരുപ്പ നിരക്ക് 2% ചുറ്റുവട്ടത്തിൽ നിർത്താനാണ് അവരൊക്കെ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അമേരിക്കയും അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് പണപ്പെരുപ്പം വർദ്ധിച്ച് കോവിഡാനന്തരമായപ്പോഴേക്കും അത് 9.1%. കോവിഡ് മാത്രമായിരുന്നില്ല കാരണം. കോവിഡ് കഴിയുന്നതോടുകൂടിയാണ് റഷ്യ യുക്രൈൻ വാർ വന്നു. റഷ്യ യുക്രൈൻ വാർ വന്നപ്പോൾ നമുക്കറിയാം ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയിൽ നിന്നാണ് ഇന്ധനം അമേരിക്കയും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മറ്റു പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് അമേരിക്കയും എടുക്കുന്നുണ്ട്, യൂറോപ്പ് മുഴുവനും എടുക്കുന്നുണ്ട്. അങ്ങനെ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇത്തരം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ആഗോള വിപണിയിൽ വർദ്ധിച്ചു, അമേരിക്കയിൽ വർദ്ധിച്ചു. അങ്ങനെയാണ് 9.1% പണപ്പെരുപ്പം വളരുന്നത്. അങ്ങനെ വളർന്നപ്പോഴാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5.1% വരെ ഉയർത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ 0.5% ആയിട്ട് അതായത് 50 ബേസിസ് പോയിന്റ്, അതായത് 0.5% കുറച്ചു. അപ്പോൾ ഇപ്പോൾ 4.75% എത്തി നിൽക്കുകയാണ് അങ്ങനെ ഫെഡറൽ റിസർവ് സിസ്റ്റം. അപ്പോൾ എന്താണ് എല്ലാ രാജ്യങ്ങളും എല്ലാ സെൻട്രൽ ബാങ്കുകളും ഫെഡറൽ റിസർവ് സിസ്റ്റം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഫെഡറൽ റിസർവ് സിസ്റ്റം പലിശ നിരക്കുകൾ കുറച്ചാൽ അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും ഓഹരി വിപണിയിൽ, സ്വർണ്ണ വിപണിയിൽ ഒക്കെ. എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ പലിശ കുറച്ചു, അമേരിക്കൻ ഡോളറിൻ്റെ പലിശ കുറച്ചു എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആദായകരമല്ലാതെയായി. പലിശ നിരക്കുകൾ കുറച്ചു എന്ന് പറഞ്ഞാൽ മറ്റേ ഡോളർ ഉയർന്നു നിൽക്കുന്നു, ഡോളറിൻ്റെ പലിശ നിരക്കുകൾ ഉയർത്തുകയാണെങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഉയർന്ന പലിശ നിരക്ക് വരുമാനമായിട്ട് കിട്ടും. പക്ഷെ പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ആ ഉയർന്ന വരുമാനത്തിനാണ് ഇടിവുണ്ടാകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡോളറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് അതിനേക്കാൾ ആദായകരമായ മാർഗങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഏതാണ് അതിനേക്കാൾ ആദായകരമായ മറ്റു മാർഗങ്ങൾ? 1 സ്റ്റോക്ക് മാർക്കറ്റ്, 2 സ്വർണം. അപ്പോൾ ഇന്നലത്തെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫെഡറൽ റിസർവ് സിസ്റ്റം കുറച്ചതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്നൊരു വൻ കുതിപ്പുണ്ടായി. കാരണം അവിടെ നിന്ന് വിഡ്രോ ചെയ്ത ഇതാരാ? സാധാരണ വ്യക്തികളൊന്നും അല്ല, വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതുപോലെ നമുക്കറിയാം എലൺ മസ്കിനെ പോലെയൊക്കെയുള്ള ട്രില്യനേഴ്സ് ആകാൻ പോകുന്ന വലിയ വലിയ ധനികർ, അവരൊക്കെയാണ്. എല്ലാവരും ഉണ്ട്, എല്ലാ തരക്കാരും ഉണ്ട്. പക്ഷെ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഫെഡറൽ റിസർവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടാകാം പിൻവലിച്ച് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഭാഗികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലിടും. അപ്പോഴേക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ വിലകൾ ഉയരാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഉയരാൻ തുടങ്ങുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ പ്രയോജനം കാണണമെന്ന് വിചാരിക്കും. നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വാങ്ങി വെച്ചിരിക്കുന്നവർ ആ ഉയരുന്ന വിലയിൽ വിൽക്കും.
അവർ ലാഭം ഉണ്ടാക്കും. അപ്പോൾ അവരും വിൽക്കാൻ തുടങ്ങി, അവർ കുറച്ച് ലാഭം ഉണ്ടാക്കും. അതേ സമയത്ത് മറ്റുള്ളവർ, ഈ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ പർച്ചേസ് നടക്കും, വിൽപ്പനയും നടത്തും. പുതുതായിട്ട് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറുമ്പോൾ പുതിയ നിക്ഷേപം അവിടെ വരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ. അങ്ങനെ നിക്ഷേപം വരുമ്പോൾ പതുക്കെ വില ഉയരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നുള്ളത് കൊണ്ട് അവിടെ നേരത്തെ തന്നെ സ്റ്റോക്ക് കൈകളിലിരിക്കുന്നവർ അവിടെ വിൽക്കുന്നു. അങ്ങനെ വിൽപ്പനയും വാങ്ങലും ഒക്കെ ഉണ്ടാകും. അവസാനം ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? ആദ്യം പെട്ടെന്നൊരു ഇരച്ച് കയറ്റം ഉണ്ടായി സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസസ്. അതിനുശേഷം അത് പതുക്കെ സ്ലൈഡ് ഡൗൺ ചെയ്ത് ആ വലിയ ലാഭമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് താഴ്ന്നു. അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് ഓർക്കണം. ഫെഡറൽ റിസർവ് സിസ്റ്റം 0.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചെങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചില്ല. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? അവരുടെ ഇപ്പോഴും ഇൻഫ്ലേഷൻ അതുപോലെ നിൽക്കുകയാണ്. അവർ ആഗ്രഹിച്ച രീതിയിൽ ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആയപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാൽ ഇൻഫ്ലേഷൻ ഇനിയും കൂടും എന്ന ഭയം കൊണ്ട് അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചില്ല. അപ്പോൾ അവരുടെ കറൻസി സ്റ്റേർലിംഗ് ഒട്ടും മോശമായിട്ടുള്ളൊരു കറൻസി അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പൗണ്ട് സ്റ്റേർലിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു മാറ്റവും വരുത്തിയില്ല. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ കറൻസിയെ അധികം ബാധിച്ചില്ല ഈ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിൻ്റെ 0.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചത് എന്നതുകൊണ്ട് തന്നെ അതിന് സ്റ്റോക്ക് മാർക്കറ്റിലോ സ്വർണ്ണ വിപണിയിലോ വലിയ തോതിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ തന്നെയും സ്വർണത്തിൻ്റെ വിലയിലും വലിയ മാറ്റമുണ്ടായി. അതായത് 53,000 ഒരു പവന് ഇപ്പോൾ ഇന്ത്യയിലെ വില പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലും സ്വർണത്തിൻ്റെ വിലയിൽ മാറ്റമുണ്ടായിരുന്നു. ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറച്ചതോടുകൂടി ട്രോയ് ഔൺസ്, അതായത് 31.1 ഗ്രാം സ്വർണം, അതാണ് അന്താരാഷ്ട്ര കണക്കാണ്. ആ ട്രോയ് ഔൺസിൻ്റെ വില $30 ഉയർന്ന് $2,600 പക്ഷേ പെട്ടെന്ന് ഈ $2,600 പെട്ടെന്ന് $30 ഉയർന്ന് $2,600 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വൻകിട ട്രേഡേഴ്സ്, ഇതിൽ സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർ ആ ഉയർന്ന വിലയ്ക്ക് പെട്ടെന്ന് കഴിവതും കൂടുതൽ വിറ്റു ആ ലാഭം എടുക്കാൻ വേണ്ടി. അങ്ങനെ വലിയ വിൽപ്പന സമ്മർദ്ദം സ്വർണ്ണ മാർക്കറ്റ് ഗോൾഡ് വിപണിയിൽ ഉണ്ടായി. അങ്ങനെ ഗോൾഡ് വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായതോടുകൂടി $2,564 ഒരു ട്രോയ് ഔൺസിൻ്റെ വില താണു. എന്ന് വെച്ചാൽ $30 ആദ്യം വർദ്ധിച്ചത് എങ്കിൽ $36 താഴ്ചയിലേക്ക് പോയി. അതായത് വർദ്ധിച്ചതിനേക്കാൾ കൂടുതൽ താഴേക്ക് പോയി ട്രോയ് ഔൺസിൻ്റെ വില. എന്ന് വെച്ചാൽ ഗോൾഡ് വിപണിയെ ഈ 0.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുത്തിയ മാറ്റം കാര്യമായിട്ട് ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ വൻകിട തരികിട കച്ചവടക്കാർ, അതായത് ഇതിൽ തന്നെ എപ്പോഴാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് നോക്കിയിരുന്നവർ, അങ്ങനെ ഇരുന്നവർക്ക് ഒരു കാരണമുണ്ട്. $30 പെട്ടെന്ന് വില വർദ്ധിച്ചു. ആ വർദ്ധിച്ച വിലയ്ക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം അവർ വിൽക്കുന്നു. അങ്ങനെ പെട്ടെന്നൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകുകയും അപ്പോഴേക്കും വില കുറയുകയും ചെയ്യുന്നു. വർദ്ധിച്ചത് $30 $36 വില ഇടിവാണ് അതിനുശേഷം ഉണ്ടാകുന്നത്. അപ്പോഴേക്കും എന്താ സംഭവിച്ചത്? ഈ ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറച്ചുവെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ടായില്ല, ഗോൾഡ് വിപണിയിലും ഉണ്ടായില്ല. ഗോൾഡ് വിപണി നമുക്കറിയാം, ഓണ സമയത്ത് 55,040 വരെ ഒരു പവൻ്റെ വില ഉയർന്നതാണ്. അത് പക്ഷേ ഇന്നലെയൊക്കെ ആയപ്പോഴത്തേനും 53,000 താഴ്ന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ 53,000 താഴ്ന്നതിൽ നിന്ന് വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രത്യാഘാതം മാത്രമാണ് ഇത്തവണ ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറച്ചതുകൊണ്ട് ഉണ്ടായുള്ളൂ. അതായത് ആരും പക്ഷേ ഒരു കാര്യം, എന്നിട്ട് പോലും ഇന്ത്യൻ കറൻസിക്ക് ഇത്തിരി മൂല്യവർദ്ധനവ്, ഇന്ത്യൻ റുപ്പിക്ക് അല്പം മൂല്യവർദ്ധനവ്, അതായത് ഡോളറിൻ്റെ മൂല്യം അല്പം താണു, അതിനനുസരിച്ച് അല്പം വർദ്ധനവ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ കറൻസികൾക്കും ഉണ്ടായി, ഇന്ത്യൻ കറൻസിക്കും ഉണ്ടായി. പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ 0.5% കൊണ്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈക്ക് കൊണ്ടുണ്ടായ പ്രത്യാഘാതമെങ്കിൽ ഇനിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫെഡറൽ റിസർവ് സിസ്റ്റം, അതായത് ഇപ്പോൾ അവരുടെ വില നിലവാരമൊക്കെ 2.5 നിൽക്കുകയാണ്. ഇനിയും പ്രത്യാഘാതങ്ങൾ കാര്യമായിട്ടുണ്ടാകാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വൻ തിരിച്ചടി
സ്റ്റോക്ക് മാർക്കറ്റിലോ സ്വർണ്ണ വിപണിയിലോ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഗാസയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമായ സമ്പ്രദായങ്ങൾ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നാളത്തെ ലോകം എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിലോ ഗോൾഡ് വിപണിയിലോ അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിലോ ഇന്ത്യൻ സിസ്റ്റത്തിലോ ഒക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അസന്നിഗ്ധമായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത, എപ്പോഴും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പല സൂചനകളും നമുക്ക് കിട്ടുന്നു, പക്ഷേ ഈ സൂചനകൾ തരുന്നവർ തന്നെ പിന്നോട്ട് മാറുന്നു, വീണ്ടും സൂചനകളുമായി മുന്നോട്ട് വരും. അതാണിപ്പോൾ ഗാസ ഇസ്രായേൽ കാര്യത്തിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വ്ളാഡിമിർ പുതിനും ഉക്രൈനും തമ്മിലുള്ള പെരുമാറ്റ സമ്പ്രദായത്തിലും നാം കാണുന്നത്. എന്തായാലും ഒരു നല്ല ലോകത്തെ നോക്കി പാർക്കാനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.